സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാള സിനിമ ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന ചിത്രമാണ് മണിച്ചിത്രത്താഴ്. റിലീസ് ചെയ്തിട്ട് 23 വർഷങ്ങൾ പിന്നിടുമ്പോഴും ചിത്രം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. വിജനവീഥി എന്ന തൻ്റെ നോവലിൻ്റെ തനി പകർപ്പാണ് മണിച്ചിത്രത്താഴ് എന്നാരോപിച്ച് അശ്വതി തിരുനാൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രംഗത്തെത്തിയിരുന്നു. 1983 പുറത്തിറങ്ങിയ തൻ്റെ നോവൽ വിജനവീഥിയുമായി മണിച്ചിത്രത്താഴിന് നിരവധി സാമ്യങ്ങൾ ഉണ്ടെന്നായിരുന്നു എഴുത്തുകാരൻ്റെ വാദം. ഇപ്പോൾ ഈ വാദങ്ങൾ നിഷേധിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ഫാസിൽ. ഫാസിലിൻ്റെ വാക്കുകൾ ഇങ്ങനെ: മണിച്ചിത്രത്താഴ് ഇറങ്ങുന്നതിനും എത്രയോ മുമ്പാണ് ഹിച്ച്കോക്കിൻ്റെ സൈക്കോ ഇറങ്ങുന്നത്. ദ്വന്ദ്വവ്യക്തിത്വമായിരുന്നു പ്രമേയം. ഞാൻ സിനിമയിൽ എത്തുന്നതിന് മുമ്പേ മലയാളത്തിൽ ചുവന്ന സന്ധ്യകൾ, രാജാങ്കണം എന്നീ സിനിമകൾ ഇറങ്ങിയിരുന്നു. അതിനും ദ്വന്ദ്വവ്യക്തിത്വമായിരുന്നു പ്രമേയം. മണിച്ചിത്രത്താഴ് ഇറങ്ങി 12 വർഷത്തിന് ശേഷം അന്യൻ ഇറങ്ങി. അതിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയാണ് ചിത്രീകരിച്ചത്. മണിച്ചിത്രത്താഴ് വേഷം മാറിയതാണ് അന്യൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? എൻ്റെ അനിയത്തിപ്രാവിൽ പ്രണയത്തെ വീട്ടുകാർ എതിർക്കുന്നു. ഇതേ പ്രമേയത്തിൽ നിരവധി സിനിമകൾ വന്നിട്ടുണ്ട്. അവയെല്ലാം ഷേക്സ്പിയറിൻ്റെ റോമിയോ ആൻഡ് ജൂലിയറ്റ് വേഷം മാറി വന്നതാണെന്ന് പറഞ്ഞാലോ? ബാധയൊഴിപ്പിക്കലും പാരാസൈക്കോളജിയും മന്ത്രവാദവും എല്ലാം കാലാകാലമായി നിലനിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് വേണ്ടതെടുത്ത് ആർക്കും ഭാവനയെ ഉണർത്താം. മധുമുട്ടത്തിൻ്റെ പ്രതിഭയും വൈഭവവും മറ്റൊരു തരത്തിലേക്ക് ഉയർന്നപ്പോൾ മണിച്ചിത്രത്താഴ് ഉണ്ടായി. 1960 മുതൽ സാഹിത്യലോകത്തോട് താല്പര്യമുള്ള ഞാനോ മധുമുട്ടമോ വിജനവീഥി വായിച്ചിട്ടില്ല, ഫാസിൽ പറഞ്ഞു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.